സ്വാഗതം. ഹെൽത്ത് കെയർ അറ്റ് ഹോം എന്ന ലൈവ് പ്രോഗ്രാം FBയിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 മണിക്ക്. ഡോക്ടർ ജോളി തോംസൺ എങ്ങനെയാണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പലവിധ രോഗങ്ങളുടെ ചികിത്സയിൽ മരുന്നും ശസ്ത്രക്രിയകളും കുറയ്ക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്നു. കഴിഞ്ഞുപോയ എപ്പിസോഡ്സ് കാണുവാൻ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. എല്ലാവർക്കും ഈ സാറ്റർഡേ 2:30-ക്കുള്ള ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നിപ്പം നമ്മുടെ ടോപ്പിക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ്. അപ്പോൾ ഒരു സാധാരണ കേസിൽ ഒരു സംശയം വരാവുന്നത് ഡയബറ്റിസിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് റെറ്റിനോപ്പതി. റെറ്റിനോപ്പതി നമ്മളിപ്പം ചുറ്റും ഇങ്ങനെ നോക്കിയാൽ നോർമലി നമുക്ക് അത്ര കോമൺ ആയിട്ട് തോന്നണം എന്നില്ല. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ടൈപ്പ് 1 ഡയബറ്റീസ് വന്നതിന് ശേഷം ഏകദേശം ഒരു 20 വർഷത്തിനകം തന്നെ ഈ റെറ്റിനോപ്പതി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ കേസിൽ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡയബറ്റീസ് ഉള്ളവർ, ദാറ്റ് ഈസ് ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളവർക്ക് ഏകദേശം ഓൾമോസ്റ്റ് ഓൾ ദി ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യൻസിന് ആ ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ ഓൺസെറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ വിത്തിൻ ഒരു 20 years ഡയബറ്റിക് റെറ്റിനോപ്പതി വരും. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ ഡെഫിനറ്റ്ലി അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ഡയബറ്റീസ് ടൈപ്പ് 2 ഉള്ള പേഷ്യൻസിന് ഓൾമോസ്റ്റ് 60% ഒരു 20 yearsനുള്ളിൽ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എഫക്റ്റ് ചെയ്യും. അപ്പം ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഈ ഇഷ്യൂ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള കാര്യം വരുന്നത്. അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സാധാരണഗതിയിൽ ഇപ്പം കണ്ണിൻ്റെ ഒരു പ്രോബ്ലം എന്നൊക്കെ പറയുന്നത് മിക്കവാറും നമ്മൾ ഐസൈറ്റ് കുറയുന്നത് പോലെ, ദാറ്റ് ഈസ് ഇപ്പോൾ കണ്ണട വെച്ച് കറക്റ്റ് ചെയ്യാവുന്ന പോലത്തെ ഇഷ്യൂസ് ആയിട്ടാണ് നമ്മൾ നോർമലി കാണുക. പക്ഷേ ഈ ഡയബറ്റീസിൻ്റെ ഇഷ്യൂസിൻ്റെ ഒരു പ്രത്യേകത, അത് ശരിക്കും അങ്ങനെ ഒരു സ്പെക്സ് വെച്ചോ അങ്ങനെ കറക്റ്റ് ചെയ്യാവുന്നതല്ല. അതിൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പം ആ ഒരു ഇമ്പോർട്ടൻസും തിരിച്ചറിവുമാണ് നമുക്ക് ഈ ടോപ്പിക്ക് തന്നെ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാര്യം. അപ്പം ഈ ഡയബറ്റീസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ റെറ്റിനോപ്പതിയെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിലും ഈ ഡയബറ്റീസ് റെറ്റിനോപ്പതി പോലെ തന്നെ വേറെ കണ്ണിൻ്റെ പല പ്രോബ്ലംസും ഉണ്ട്, പല കണ്ടീഷൻസും ഉണ്ട്. അപ്പം ഡോക്ടറിനോട് നമുക്ക് കൂടുതൽ അറിയാം ഈ ബാക്കിയുള്ള കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ് ഡയബറ്റീസുകാർക്ക്. കണ്ണിന് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഏറ്റവും പ്രധാനമായിട്ടൊന്ന് പറയുന്നത് കാറ്ററാക്റ്റാണ്. ഒരു മേജർ, ഒരു പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നൊരു മേജർ പ്രോബ്ലം. പിന്നെ ഇൻഫെക്ഷൻസ് ആണ്. അതിന് മുമ്പുള്ള ഇൻഫെക്ഷൻസും അലർജിയും മിക്കവാറും എല്ലാ അണുബാധയും എല്ലാ അലർജി പോലെയുള്ളതും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും അതുപോലെ ഇൻഫ്ലമേറ്ററി ഡിസീസിനും എല്ലാം കണ്ണിനെ അഫക്റ്റ് ചെയ്യുക. മിക്കവാറും പല രോഗങ്ങളുടെ സിസ്റ്റത്തിലെ അഫക്റ്റ് ചെയ്തിരിക്കുന്ന രോഗങ്ങളുടെ ഒരു പ്രതിഫലനം കണ്ണിലും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പല രോഗങ്ങൾക്കും കണ്ണിന് മേജറായിട്ടുള്ള, അതിൽ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഡയബറ്റീസ്, പിന്നെ അതുപോലെ ഹൈപ്പർ ടെൻഷൻ, ഇതൊക്കെയാണ് കണ്ണിനെ ഏറ്റവും മേജറായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ അഡൾട്ട്സിൽ വിഷൻ ലോസ് ഉണ്ടാക്കുന്നത് ബേസിക്കലി കാറ്ററാക്റ്റ്, അതുപോലെ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണിന് വരുന്ന പ്രഷർ കൂടുന്ന ഒരിതാണ്. അതുപോലെ ഡയബറ്റിക് റെറ്റിനോപ്പതി, ഇത് മൂന്നും ആണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ണിനെ അഫക്റ്റ് ചെയ്യുന്ന ഡയബറ്റീസുകാർക്ക് കൂടുതൽ വരുന്നത്. പിന്നെ അതുപോലെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്, അതായത് കണ്ണിന് ലാക്രിമൽ ഗ്ലാൻഡ് ബ്ലോക്ക് വരാം, ഇൻഫെക്ഷൻസ് വരാം. ഈ പാൽപെബ്രൽ കണ്ണിന് പോളയിൽ നീർക്കെട്ടും അതുപോലെ ഇൻഫെക്ഷനും വരുന്നത്.
അത് ഡയബറ്റീസിന് വളരെ കോമൺ ആണ്. ചിലപ്പോൾ അങ്ങനത്തെ അസുഖങ്ങൾ വരുമ്പോഴായിരിക്കും നമ്മൾ കണ്ണിന് അസുഖം ഡയബറ്റീസ് ആണെന്ന് തന്നെ തിരിച്ചറിയുന്നത്. ആക്ച്വലി ഈ ഡയബറ്റിക് ഈ റെറ്റിനോപ്പതിക്ക് ഇങ്ങനെ പല സ്റ്റേജസ് ഉണ്ട്. അപ്പം അതെങ്ങനെയാണ് അതിൻ്റെ സ്റ്റേജസും ഓരോ ഐസൈറ്റിൻ്റെ കണ്ടീഷനുമായിട്ട്? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് 1 ഡയബറ്റീസ് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 വർഷത്തിനുള്ളിൽ ഐ ചെക്കപ്പ് ചെയ്യണമെന്നാണ്. അതുപോലെ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് അറിയുന്നതോടുകൂടി തന്നെ ഒരു ഐ ചെക്കപ്പ് ചെയ്തിരിക്കണമെന്നാണ്. കാരണം ഈ റെറ്റിനൽ ഡാമേജ് പോലെയുള്ള പ്രശ്നങ്ങൾ അതിൽ വരുന്ന അറിയില്ല, ലേറ്റ് സ്റ്റേജിൽ മാത്രമേ അറിയുള്ളൂ. അതേസമയത്ത് ഒരു ഒഫ്താൽമോളജി ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും. ശരിക്കും ഡയബറ്റീസിൻ്റെ ആണ് ഒരു 4 സ്റ്റേജസ് ആയിട്ടാണ് ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് തന്നെ വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ്, ഫോർത്ത് വന്നു കഴിയുമ്പോഴേക്കുമാണ് നമുക്ക് ഇൻ്റർഫിയർ ചെയ്യേണ്ടി വരുന്നത്. അതിന് മുമ്പെല്ലാം നമ്മൾ ഡയബറ്റിക് കൺട്രോൾ കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാനാണ് നോക്കുന്നത്. കാരണം പല ഇൻ്റർഫിയറൻസും നമുക്ക് പല പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ, കണ്ണിൻ്റെ ഐസൈറ്റ് കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ നോക്കി കണ്ടുപിടിക്കേണ്ടത് ആവശ്യം. ആക്ച്വലി ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ 4 സ്റ്റേജസ് ആണ്. അപ്പോൾ മറ്റേ 4th സ്റ്റേജ് ആണെങ്കിൽ ഡിഫിക്കൽട്ട് തിരിച്ച് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെയൊക്കെ ട്രീറ്റ്മെൻറ്റിൻ്റെ എന്താണ് സ്റ്റേജ്? ഇപ്പം തുടക്കം ആണെങ്കിലും അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഈ 4 സ്റ്റേജസിൽ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഡയബറ്റീസ് പേഷ്യൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് കൺട്രോൾ ഷുഗർ കൺട്രോളാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം. പിന്നെ ABCS എന്ന് പറയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിക് റെറ്റിനോപ്പതി മാനേജ്മെൻറ്റിൽ. എന്ന് പറയുന്നത് HbA1c മാക്സിമം നോർമലാക്കി നിർത്താൻ നോക്കുക. ബിലോ 6 നിർത്തുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബിലോ 7 നിർത്തുക എന്നുള്ളതാണ് HbA1c ഡയബറ്റിക് കൺട്രോളിൻ്റെ കാര്യത്തിൽ. B എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷറാണ്. പിന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ. C എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ആൻഡ് ട്രൈഗ്ലിസറൈഡ്, ബോഡി ബ്ലഡിലെ ഫാറ്റിൻ്റെ. ഈ 3 ഘടകങ്ങളാണ് ഏറ്റവും പ്രധാനം. പിന്നെ 4മത്തെന്ന് പറഞ്ഞാൽ S എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. അപ്പം ഈ 4 കാര്യങ്ങളും കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക, ഇതൊക്കെ ഈ ബേസിക്കലി ഈ 4 ഘടകങ്ങളും ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട ഇത് 100% നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻസിന് അറ്റ്ലീസ്റ്റ് 100% ഒഴിവാക്കാവുന്നതാണ്. കാരണം ജനറലി ടൈപ്പ് 1 ഡയബറ്റീസ് വന്ന മിക്കവാറും പേഷ്യൻസിന് അവർക്ക് ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ ട്രൈഗ്ലിസറൈഡോ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. അപ്പം ഈ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് സ്മോക്കിംഗ് കൊണ്ട് ഒഴിവാക്കി നമുക്ക് കണ്ണിന് ഇങ്ങനെ ഉണ്ടാകുന്ന ഡാമേജ് 100% ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും, നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ടൈറ്റ് ബ്ലഡ് ഷുഗർ കൺട്രോൾ കൊടുക്കുക എന്നുള്ളതാണ് ടൈപ്പ് 1 ഡയബറ്റീസുകാർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. ആക്ച്വലി ഇപ്പം ഈ കാട്രാക്ട്സ് ഈ ഡയബറ്റിക് ആൾക്കാർക്ക് കുറച്ച് കൂടുതലാണല്ലോ. അപ്പോൾ ഈ കാട്രാക്ട് വരുന്നവർക്ക് അപ്പോൾ ഈ കാട്രാക്റ്റിൻ്റെ സർജറിയോ ആ ട്രീറ്റ്മെൻറ്റോ അതും ഈ റെറ്റിനോപ്പതി ആയിട്ട് എന്തെങ്കിലും രീതിയിൽ ക്ലാഷ് ചെയ്യാനുള്ളതുണ്ടോ? ഡയബറ്റിക് പേഷ്യൻസിന് ഏത് പേഷ്യൻ്റിനാണെങ്കിലും ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ കാട്രാക്ട് വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന സർജറി ആണെങ്കിലും അതിലും കോംപ്ലിക്കേഷൻസ് വരാം. പിന്നെ ഡയബറ്റിക് പേഷ്യൻറ്റിനെ സംബന്ധിച്ച് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. പിന്നെ കാട്രാക്ട് തന്നെ ബേസിക്കലി കാട്രാക്റ്റിന് കാരണം നമ്മുടെ കണ്ണിൻ്റെ ലെൻസിൽ ഒരു പ്രത്യേകതരം പ്രോട്ടീൻ ഉണ്ട്, ക്രിസ്റ്റലിൻ എന്ന് പറയുന്നത്. അത് ഈ ഷുഗറിൻ്റെ കൂടുതൽ കൊണ്ട് അതിൽ വരുന്ന ഡാമേജാണ് ഈ അവിടെ ഒപ്പാസിറ്റി വന്നിട്ട് വിഷൻ ഒബ്സ്ട്രക്റ്റ് ചെയ്യുക. അത് ശരിക്കും ക്ലിയർ ആയിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കേണ്ടത് ഒപ്പയ്ക്കായി പോവുകയാണ് ചെയ്യുന്നത്. അതിനകത്തോടെ ലൈറ്റിന് കടന്നു പോകാൻ പറ്റാത്തൊരു സ്റ്റേജ് വരുന്ന ഇതിനാണ് കാട്രാക്ട് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഷുഗർ കൂടി നിൽക്കുമ്പം അത് അവിടെ ആ പ്രോട്ടീൻ, അതൊരു പ്രത്യേകതരം പ്രോട്ടീനാണ്, ആ പ്രോട്ടീനിനുണ്ടാകുന്ന ഡാമേജ് കൊണ്ടാണ് കാട്രാക്ട് വരുന്നത്. അപ്പം ഡയബറ്റിക് പേഷ്യൻസിൽ മിക്കവാറും കാട്രാക്ട് സ്റ്റേജിൽ എത്തുമ്പോഴേക്കും ഓൾറെഡി അവിടെ റെറ്റിനോപ്പതി, അതായത് റെറ്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നമ്മൾ മനസ്സിലാക്കണം. റെറ്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സെൻസറി, നമ്മൾ ശരിക്കും അത് റെറ്റിന ഈസ് എ പാർട്ട് ഓഫ് ദ സെൻട്രൽ നെർവ് സിസ്റ്റമാണ്. അത് അവിടുത്തെ ന്യൂറോൺസിൻ്റെ ഒഫ്താൽമിക് നെർവ് ബ്രെയിനിലേക്ക് പോകുന്ന
നമ്മളെ ലൈറ്റും നമുക്ക് വിഷനും തരുന്ന സെൻസറി ന്യൂറോൺസിൻ്റെ എനർവെൻറ്റിങ് ആണെന്ന് പറയാം. അപ്പോൾ അതിന് ഡാമേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വിഷൻ പോകും. അപ്പം അതിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷന് ആദ്യത്തെ സ്റ്റേജിൽ അവിടെ ഒരു ബ്ലോക്ക് പോലെ വരുന്നു. അതൊക്കെയാണ് ഫസ്റ്റ് പല ലെവലുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ആദ്യത്തെ സ്റ്റേജിലും 2ാമത്തെ സ്റ്റേജിലും 3ാമത്തെ സ്റ്റേജിലൊക്കെ ബ്ലോക്കാണ് വരുന്നത്. 4ാമത്തെ സ്റ്റേജ് വരുമ്പോഴേക്കും ആ ബ്ലോക്കിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പുതിയ രക്തക്കുഴലുകൾ വരാൻ തുടങ്ങും. ആദ്യത്തേൽ രക്തക്കുഴലുകൾക്ക് വീക്ക്നെസ്സാണ് വരുന്നത്. അത് പുതിയ രക്തക്കുഴൽ വരാൻ തുടങ്ങുകയും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും അവിടെ ഒരു ഒപ്പാസിറ്റി വരികയും വെസലിനെ നർവ്സിന് തന്നെ ഡാമേജ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു കാറ്ററാക്ട് സർജറി ചെയ്താലും ആ ഇതിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഇൻഫെക്ഷന് കൂടുതൽ ചാൻസ് ഉണ്ട്. അതുപോലെ അതിൽ തന്നിരിക്കുന്ന പലപ്പോഴും ചില ഇഞ്ചെക്ഷൻസ് ആയിരിക്കും ആ കണ്ണിൽ എടുക്കുന്നത്. അതെല്ലാം നമ്മളുടെ ഈ കണ്ണിൻ്റെ തന്നെ ഇമ്മ്യൂണിറ്റി കുറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ അങ്ങനെ എടുത്തിട്ടുള്ള ആൾക്ക് നമ്മൾ കാറ്ററാക്ട് സർജറി ചെയ്യുമ്പോൾ വീണ്ടും ഇൻഫെക്ഷനും മറ്റു കോംപ്ലിക്കേഷനും വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പ്രഷർ ചേഞ്ചസ് വരും നമ്മൾ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഓപ്പറേഷൻ സമയത്ത്. അപ്പം ഓൾറെഡി റെറ്റിനോപ്പതി ഉള്ള ഒരാൾക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പം അവിടെ ബ്ലഡ് വെസൽ ബ്ലീഡ് വരാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ബ്ലീഡ്സ് വരാം. അത് നമ്മുടെ വിഷനൊക്കെ വരും. ഇപ്പം കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഈ ലേസർ സർജറീസിൻ്റെ ഒക്കെ കുറേ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വെരി കോമൺ ആയിട്ട് വരുന്നുണ്ടല്ലോ. ഈ കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റ്സിൽ. അപ്പോൾ ഈ ആ ലേസർ സർജറീസ് അതിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഈ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ലേസർ സർജറീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ? ലേസർ സർജറി 2 കാര്യങ്ങൾക്കാണ്. നമ്മുടെ ഒരു ഒപ്റ്റിക് ഡിസ്ക് എഡീമ പോലെ വരുന്നതിനും എടുക്കും. പിന്നെ ഈ പ്രൊലിഫറേറ്റീവ് റെറ്റിനോപ്പതി എന്ന് പറയും. ഇതിൽ 2ലുമാണ് അത് യൂസ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമുക്ക് ചില ഇഞ്ചെക്ഷൻസും ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഈ ലേസർ സർജറി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണിൽ തന്നെ റെറ്റിനയിൽ സ്കാർസ് ഉണ്ടാക്കുക, ശരിക്കും ലൈറ്റ് ബേൺസ് ഉണ്ടാക്കി സ്കാറിങ് ചെയ്ത് മൊത്തത്തിൽ ഇപ്പം കണ്ണിൻ്റെ റെറ്റിനയുടെ ഒരു ഏറ്റവും സെൻട്രൽ ഏരിയയാണ് ഏറ്റവും കൂടുതൽ വിഷൻ തരുന്നത്. അതിൽ പെരിഫറൽ പാർട്ടിൽ ചെറിയ ചെറിയ ബേൺസ് ഉണ്ടാക്കി മൊത്തത്തിൽ റെറ്റിനയ്ക്ക് വേണ്ടി വരുന്ന രക്തഓട്ടത്തിൻ്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മളുടെ വിഷൻ കൂട്ടുകയല്ല. പക്ഷേ എന്തിനു വേണ്ടിയാണത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് സാധാരണ പോയ വിഷൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. മിക്കവാറും കാര്യമായ ബെനിഫിറ്റ്സ് ഒന്നും പോയതിന് കിട്ടുകയില്ല. പക്ഷേ ഫ്യൂച്ചറിൽ വരുന്നത് കുറയ്ക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഈ സ്കാറിങ് വരുന്നതോടുകൂടി പെട്ടെന്നൊരു ബ്ലീഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ റെറ്റിന മറ്റ് അതിൻ്റെ കണ്ണിൻ്റെ ബാക്ക് ഇതിൽ നിന്ന് വിട്ടുപോരുന്ന ഒരിതാണ്. അതാണ് പെട്ടെന്ന് വിഷൻ ലോസ് വരുത്തുന്നത്. അങ്ങനെ വരാതിരിക്കാൻ ഒരു പരിധി വരെ നമ്മൾ സ്കാർ വെച്ച് ഒട്ടിച്ചു വയ്ക്കുന്നത് പോലെ ചെയ്യുകയാണ്. അതുപോലെ സെൻട്രൽ ഏരിയയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സെൻട്രൽ വിഷനെങ്കിലും പോകും. അപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പലർക്കും പെരിഫറൽ വിഷൻ കുറച്ച് കുറവുണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഡയബറ്റീസ് ആണ്, വലിയ കൺട്രോളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഇഞ്ചക്ഷൻ എടുത്താൽ മതി, അല്ലെ കണ്ണിൽ ഇഞ്ചക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ ലേസർ വെച്ച് ഓപ്പറേഷൻ ചെയ്തൊക്കെ ശരിയാക്കാം എന്ന് വിചാരിക്കരുത്. ഡയബറ്റിക് ബ്ലഡ് ഷുഗർ കൺട്രോളാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അതിൻ്റെ മെയിൻ കണ്ണിലെടുക്കുന്ന ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ലേസർ സർജറിയോ ഒന്നുമല്ല കണ്ണിന് പ്രൊട്ടക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ട്രീറ്റ്മെൻറ്റ് ബ്ലഡ് ഷുഗർ കൺട്രോളാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഒരു ഓൾറെഡി ലേസറോ ഇഞ്ചക്ഷനോ എടുക്കുന്നതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 90% പേർക്കും ടൈപ്പ് 2 ഡയബറ്റീസ് ആണല്ലോ. അത് നമുക്ക് 100% മാറ്റാവുന്ന ഒരിതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു ഓരോരുത്തരുടെ ആ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ അളവ് അനുസരിച്ചാണ് ഇൻസുലിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസിൻ്റെ ഷുഗർ കൺട്രോള് നമുക്ക് പെട്ടെന്ന് കിട്ടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഷുഗർ കൺട്രോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സർജറീസ് ഒന്നും ചെയ്യാത്തവർക്കാണെങ്കിൽ ശരിക്കും ഇത് ഒരു പരിധി വരെ കണ്ണിലേക്കുള്ള അല്ലെങ്കിൽ റെറ്റിനയുടെ ബ്ലഡ് സർക്കുലേഷൻ തിരിച്ചു കൊണ്ടുവരാനും വിഷൻ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. പക്ഷേ ഓൾറെഡി നമ്മൾ സർജിക്കലി കറക്റ്റ് ചെയ്തിട്ടുള്ള വിഷൻ്റെ അതോ സ്കാറിങ് വന്നിട്ടുണ്ടെങ്കിൽ ആ വിഷനോ അല്ലെങ്കിൽ ആ ബ്ലഡ് വെസൽസിനെയോ ഒന്നും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല.
അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വൺസ് ഡയബറ്റീസ് ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. മരുന്ന് കഴിച്ചോ അല്ലെങ്കിൽ കൺട്രോൾ ഇല്ലാതെ ഇരിക്കുന്നതിന് പ്രത്യേകിച്ച് അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഈ റെറ്റിനോപ്പതിയുടെ കാര്യം പറയുമ്പോൾ 2 മേജർ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നതായിട്ടാണ് പറയുന്നത്. ഒന്ന് ഡയബറ്റീസാണ് മെയിൻ കാരണം, മറ്റേത് ഹൈപ്പർ ടെൻഷനാണ്. അപ്പം സാധാരണ രീതിയിൽ ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒരേ സമയത്ത് ഉണ്ടാവാറുണ്ടല്ലോ മിക്കവാറും ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റെറ്റിനോപ്പതിക്ക് എന്താണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് പോസിബിലിറ്റി ഈ ഡയബറ്റീസും കാരണം ഹൈപ്പർ ടെൻഷൻ കാരണം വരികയാണെങ്കിൽ, അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഡയബറ്റീസിൻ്റെ മരുന്ന് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കും, ഹൈപ്പർ ടെൻഷൻ്റെ മരുന്ന് ഡയബറ്റീസ് ഉണ്ടാക്കും, അങ്ങനത്തെ ഇഷ്യൂസും ഒക്കെ വരാറില്ലേ? അതുകൊണ്ട് അപ്പം ബേസിക്കലി ഇപ്പം ചില പേഷ്യൻസ് ആണെങ്കിൽ ഡയബറ്റീസ് ഉണ്ടാവും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും വെരി ഹൈ ആയിരിക്കും. അപ്പം ഇൻസുലിൻ തന്നെ നമ്മളുടെ ഇൻസുലിൻ ഒരു എന്താ ബ്ലഡ് വെസൽസ് ഗ്രോത്ത് ഫാക്ടറാണ്, ശരിക്കും ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസിൽ പലരിലും ഇൻസുലിൻ ലെവൽ ഓൾറെഡി ഹൈ ആയിരിക്കും, അത് പിന്നെയും കൂട്ടാനായിട്ട് ഇൻസുലിൻ തന്നെ കൊടുക്കുന്നു, അല്ല ഇൻസുലിൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് കൊടുക്കുന്നു. അപ്പം ഇൻസുലിൻ ലെവൽ കൂടുന്നത് തന്നെ, ഷുഗർ മാത്രമല്ല ഇൻസുലിൻ ലെവൽ കൂടുന്നത് തന്നെ റെറ്റിനോപ്പതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. പിന്നെ അതിനു കൂടെ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷനും ഉള്ള പേഷ്യൻറ്റും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ എല്ലാം കണ്ണിനെ ഡാമേജ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ABCS, അതായത് ഹൈപ്പർ ടെൻഷന്, ഡയബറ്റീസ്, കൊളസ്ട്രോള് അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് ആൻഡ് സ്മോക്കിംഗ് ഒഴിവാക്കി കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് നമ്മൾ കറക്റ്റായിട്ടുള്ള ഡയറ്റ് കാര്യം, നമ്മൾ എന്തിനാണ് ഈ സ്മോക്ക് ചെയ്യുന്നത് ശരിക്കും അതും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സ്മോക്ക് ചെയ്യുന്നത് ബേസിക്കലി നമുക്ക് സ്ട്രെസ്സ് താങ്ങാൻ പറ്റാത്തവർക്കാണ്. സ്ട്രെസ്സ് കാരണം അതിനകത്തുനിന്ന് ഒരു റിലീഫിന് വേണ്ടിയാണ് പലരും ഈ സ്മോക്കിങ്ങിലേക്ക് പോകുന്നത്. അപ്പം നമ്മളുടെ സോഡിയം പൊട്ടാസ്യം ബാലൻസ്, അതാണ് നമുക്ക് സ്ട്രെസ്സിൽ, നമ്മൾ ഇന്നത്തെ ഡയറ്റിൽ സോഡിയത്തിൻ്റെ അളവ് വെരി ഹൈ ആണ്. അപ്പോൾ ഈ സ്ട്രെസ്സും പ്രഷറും തമ്മിലും ബന്ധമുണ്ട്. അപ്പം അതുപോലെ തന്നെ സ്ട്രെസ്സ് കൂടുമ്പോഴേക്കും ഷുഗറും ആയിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ്സ് കൂടുതലുള്ള ആൾക്കാർക്ക് ഈ അസുഖങ്ങളെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം പലരും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസ് ആണ്, അപ്പോൾ എന്നാൽ കറക്ഷനൊക്കെ ചെയ്യണം, ഇപ്പം ഒരു ക്ലിനിക്കലി സപ്പോർട്ടഡ് ആയിട്ടൊക്കെ എന്തെങ്കിലും എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവരെല്ലാവരും എന്ത് പറയുന്നത് വെച്ചാൽ ഈ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് സെറ്റിൽ ചെയ്യാനുണ്ട്, അതുകൂടെ കഴിഞ്ഞ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ബേസിക്കലി അവരുടെ സ്ട്രെസ്സാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയം, അത് കഴിഞ്ഞിട്ട് 1 മാസം ലീവൊക്കെ എടുത്തു വന്ന് ഞാൻ ചെയ്യാം, എല്ലാവരും പറയുന്ന ഒരു ഇതാണ്. പക്ഷെ അത് അങ്ങനെ നമുക്ക് ഒരിക്കലും നമ്മളുടെ ലൈഫിൽ നമുക്ക് ഫുൾ കാര്യങ്ങളിൽ നിന്ന് സ്ട്രെസ് ഒന്നും ഒഴിവാക്കി കിട്ടുകയില്ല. കാരണം ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമുക്ക് എപ്പോഴും ചാലഞ്ചസ് ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചാലഞ്ചസ് ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രെസ് ഓവർകം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് നമ്മളുടെ കറക്റ്റ് ന്യൂട്രീഷൻ. അതായത് ഇപ്പം നമ്മളുടെ സ്ട്രെസ്സിനെ ബാധിക്കുന്നത് സോഡിയവും പൊട്ടാസ്യവും ആണ് ഒന്ന്, പിന്നെ omega-3യും 6ഉം ആണ്. ഈ ബാലൻസ് കറക്റ്റ് ചെയ്യുകയാണ് ഒന്ന് ചെയ്യേണ്ടത്. omega-3 ആണ് ഐസിൻ്റെ, പ്രത്യേകിച്ച് റെറ്റിനയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഘടകമാണ് ഐ. ഇപ്പം നമുക്ക് പ്രഗ്നൻറ്റ് ലേഡീസിന് omega-3 കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വിഷ്വൽ അക്യൂറ്റി കൂടും എന്നുള്ളത് നമ്മൾ സ്റ്റഡീസിൽ തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ബിക്കോസ് ബ്രെയിനിന് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് omega-3. അപ്പം നമ്മൾ അതുപോലെയുള്ള ന്യൂട്രീഷണൽ ബാലൻസ് കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡയബറ്റീസ് മാറും, പ്രഷർ കുറയും, അതുപോലെ വിഷ്വൽ കണ്ണിൻ്റെയൊക്കെ ഹീലിങ്ങിനത് ക്ലിയറാക്കി എടുക്കാനായിട്ടുള്ള സാധ്യത ഒത്തിരി കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ചോദ്യം, ഈ പ്രഗ്നൻസി ടൈമിൽ ഈ റെറ്റിനോപ്പതി ഉള്ളവർക്ക് ഒരു റിസ്ക് ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി ഒരു പോസിബിലിറ്റിയാണ് ഡ്യൂറിങ് പ്രഗ്നൻസിന്നും അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസിനെ പറ്റി ഡയബറ്റിസ് ഉള്ളവർ പ്രഗ്നൻ്റ് ആകുന്നുണ്ട്. അവർ ഓൾറെഡി ഉള്ളവർക്ക് ഇപ്പം ജനറലി നല്ല ഡയബറ്റിക് കൺട്രോൾ ഇല്ലെങ്കിൽ വളരെ വിതിൻ 5-10 ഇയേഴ്സിൽ തന്നെ റെറ്റിനൽ ചേഞ്ചസ് കാണിച്ചു തുടങ്ങും. അപ്പോൾ അതിൻ്റെ കൂടെ ഹൈപ്പർ ടെൻഷനും കൂടെ ഉള്ള ഒരാളാണെങ്കിൽ വീണ്ടും റെറ്റിനയ്ക്ക് കൂടുതലുണ്ടാകും. പിന്നെ പ്രഗ്നൻസി വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രഗ്നൻസിയിൽ വരുന്ന ചില ഹോർമോൺസും
ഈ അതുപോലെ കൂടുതൽ മിക്കവാറും എല്ലാവരും പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോഴേക്കും വീണ്ടും കൂടുതൽ ഫുഡ് കഴിക്കാനും ഉള്ള ടെൻഡൻസി വെയിറ്റ് അല്ലാതെ തന്നെ ഗെയിൻ ചെയ്യും. അപ്പോഴേക്കും ഡയബറ്റിക് കൺട്രോൾ കൂടുതൽ ഡിഫിക്കൽട്ടാകും. അതിൻ്റെ കൂടെ പലർക്കും പ്രഷർ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് സാധ്യതയും കൂടെ കൂടുമ്പോൾ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് കണ്ണിൻ്റെ കാര്യം ഡിറ്ററേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ പ്രഗ്നൻ്റ് ആകുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ കണ്ണൊക്കെ ചെക്ക് ചെയ്ത് ഐഡിയലി ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ അത് മാറ്റി ഒരു HbA1c 5.5 എത്തിയിട്ട് മാത്രം കൺസീവ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ഇതും വിഷൻ ലോസ് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിലും വളരെ കൺട്രോൾഡ് ആക്കി, കാരണം ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിലും ഓവറായിട്ട് ഭക്ഷണം കഴിച്ചു ഓവറായിട്ട് ഇൻസുലിൻ എടുത്ത് കൺട്രോൾ ആണെങ്കിൽ പോലും വെയിറ്റ് കൂടുകയാണെന്നനുസരിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസും കൂടെ വരും. അപ്പം ആ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ പോലും ഷുഗർ കൺട്രോൾ ചെയ്യാൻ മേലാത്തൊരു നിലയിൽ വരുന്നത് പ്രഗ്നൻസിയിൽ വളരെ കോമൺ ആണ്. അപ്പം വളരെ ഫാസ്റ്റായിട്ട് ഐ ഫങ്ഷൻ, റെറ്റിനൽ ഫങ്ഷൻസ് ഇത് പോവുകയും പ്രോഗ്രസ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ മോറോർലെസ് ഈ റെറ്റിനോപ്പതിയെ പറ്റിയും ഡയബറ്റിക് റെറ്റിനോപ്പതിയെ പറ്റിയും നമ്മൾ ഏകദേശം ഒരു ഡീറ്റെയിൽസ് കവർ ചെയ്തു. പക്ഷേ ഒരു കാര്യമുള്ളത്, ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് വരെ മാറ്റി മാറ്റി നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം ഇത് സ്വന്തമായിട്ട് സേഫ് ആക്കാനായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് ഇപ്പം ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയത്. ദാറ്റ് ഈസ് നമുക്ക് തന്നെ കൺട്രോളും കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം മാറ്റി വയ്ക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇന്ന് ഇപ്പോൾ ഈ ഡിസ്കഷൻ നമ്മൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. താങ്ക് യു. നന്ദി, നമസ്കാരം.